വധൂവരന്മാർക്ക് എന്റെ വിവാഹ മംഗളാശംസകൾ. എന്റെയും മംഗളാശംസകൾ. നല്ല ഭർത്താവും നല്ല ഭാര്യയും, അങ്ങനെ നല്ലൊരു കുടുംബം ഉണ്ടാവട്ടെ. ആ കുടുംബം വഴി എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ആ, ഭർത്താവിനെ ഇത്രയധികം സ്നേഹിക്കുന്ന ഭാര്യയെ ഞാൻ പുരാണങ്ങളിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. സീതാദേവി, സാവിത്രി, ശീലാവതി, അങ്ങനെ പലരും. പക്ഷെ ഇപ്പതാ നേരിട്ട് കണ്ടു. ഈ കുട്ടിയും ഇവളുടെ സഹോദരനും കൂടി അനുഭവിച്ച നൊമ്പരങ്ങൾ ചെറുതല്ല. സോറി അരവിന്ദ, ഞങ്ങളോട് ക്ഷമിക്കണം. ഒന്നും മനസ്സിൽ വെക്കരുത്. സോറി അരവിന്ദ. എന്താ ഇത്? നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കായിരുന്നുള്ളൂ. അല്ല, അന്ന് ഇരുട്ടിനെ മറന്ന് നിങ്ങൾ ശ്യാമയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേടിയുടെ 50% കുറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഇരുട്ടിനെ നേരിടുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുക. എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, അഖിലിന്റെ പേടി എന്ന രോഗം 50% മാറിയിരിക്കുന്നു. അപ്പോ വധൂവരന്മാർക്ക് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ? എന്റെയും വക ഓൾ ദി ബെസ്റ്റ്. ശരി എന്നാ. ശരി മാഡം. വസുന്ധര ദേവിയല്ലേ? മാം, നിങ്ങളൊരു മഹാഭാഗ്യവതിയാ. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു മരുമകളെയാ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിന് ദൈവത്തോട് നന്ദി പറയണം. കനകം കയ്യിലിരിക്കുമ്പോ കാക്കപ്പൊന്ന് തേടിപ്പോയൊരു കഥയുണ്ട്. പഴമക്കാര് പറഞ്ഞു കേട്ടിട്ടുള്ളതാ. അതാണ് നിങ്ങളിവിടെ കാട്ടിക്കൂട്ടിയത്. മരുമക്കളെ സ്വന്തം മക്കളായി കാണാനുള്ള ഹൃദയവിശാലതയാ അമ്മായിയമ്മ എന്ന് വിളിക്കുന്നത്. നല്ലൊരു അമ്മായിയമ്മയാവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പോകാം. അവിചാരിതമായ ശ്യാമ എന്ന പെൺകുട്ടിയെ ഞാൻ കണ്ടത്. വളരെ നല്ല ഓർമ്മകളോടുകൂടി ഞാൻ മടങ്ങുന്നു. വീണ്ടും അവൾ വിജയിച്ചല്ലോ അമ്മ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ. എന്റെ മോന്റെ കൺട്രോള് എന്റെ കയ്യിലാണെന്നാ ഞാൻ കരുതിയിരുന്നെ. അത് തെറ്റാണെന്ന് എനിക്കിപ്പോ ബോധ്യമായി. ഇനി ഏത് നേരവും അവളുടെ തിരുമോന്തയും കണ്ട് ആനന്ദ നിലയത്തിൽ കഴിയണ്ടേ അമ്മ? അതിലും നല്ലത് ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. മോൾ എന്നെ തനിച്ചാക്കി പോകരുത്. ഞാൻ എല്ലാം കൊണ്ട് ഒറ്റപ്പെട്ടു പോവും. എന്തായാലും ഇനി ഞാനിതൊന്നും വെറുതെ വിടില്ല. മരുമകളായി ഇവളെ അവിടെ വാഴിക്കുകയില്ല. പണ്ടേയുള്ള എന്റെ ആ തീരുമാനത്തിന് ഇപ്പൊ ശക്തി കൂടിയിട്ടേ ഉള്ളൂ. വിടില്ല ഞാൻ അവളെ. അമ്മേതേ വരുന്നുണ്ട്. വാമേ, നമുക്ക് വീട്ടിലോട്ട് പോവാം. അമ്മേ, വാ പോവാം. അരുണേ, ഐശ്വര്യോട് അമ്മയും കൂട്ടിക്കൊണ്ട് വരാൻ പറ. ആ ഏട്ടാ. വാടാക്കി. ഐശ്വര്യ, അമ്മയും കൂട്ടി വന്നേ. വാ മോളെ.
കഴിഞ്ഞല്ലോ, പിന്നെന്താ അവര് വരാത്തത്? രാഹുകാലം ഓർത്തിട്ടാണെങ്കി അതും കഴിഞ്ഞു. ഏതായാലും പെണ്ണിങ്ങോട്ട് വന്നാ കൊടുത്ത് സ്വീകരിക്കാനേ ദേ ഞാൻ നിലവിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിനൊരു താമസം വേണ്ട. എന്താ ആനന്ദനൊന്നും മിണ്ടാത്തെ? ഞാൻ എന്ത് മിണ്ടാനാ അപ്പച്ചി? ആ പിന്നെ ആ അരുന്ധതിയെ നിക്ക. ശോ, ഹോ, അതിനിവിടെ നമ്മളല്ലാതെ മറ്റാരും ഇല്ലല്ലോ. നിനക്ക് ആ അരുന്ധതിയെ മകളെ അത്ര ഇഷ്ടമല്ലെന്ന് എനിക്ക് നല്ലോണം അറിയാം. അതൊക്കെ പോട്ടെ, ഇത് വസുന്ധരയുടെ ആലോചനയല്ലേ? പോട്ടെന്നേ, അങ്ങ് ക്ഷമിച്ചേക്ക്. വസുന്ധരയുമായിട്ട് ഇക്കാര്യത്തിന്റെ പേരിൽ ഒരഭിപ്രായ വ്യത്യാസത്തിനൊന്നും നിൽക്കരുത്. രണ്ടു കൈയും കൂടി കൂട്ടിയടിച്ചാലേ ഒച്ചയുണ്ടാവൂ. അതേ, ഭാര്യയായിട്ട് അടിപിടി കൂടാനേ ഞാൻ അത്ര സംസ്കാര ശൂന്യനൊന്നും അല്ല. വസുന്ധരയും ഞാനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ദേ ആ മുറിയിൽ ആരംഭിച്ച് അവിടെ തന്നെ അവസാനിക്കും. അതിന് ഒരു മധ്യസ്ഥരെ ഇടപെടേണ്ടി വരില്ല. എനിക്കറിയാം, നീ ഐക്കര കോലോത്തെ ദേവദത്ത വർമ്മയുടെ മോനല്ലേ, എന്റെ ആങ്ങളയുടെ മോൻ. എനിക്ക് അഭിമാനം ഉണ്ടടാ ആ കാര്യത്തില്. കഴിഞ്ഞ കല്യാണത്തിന് വസുന്ധരയില്ലായിരുന്നു, ഈ കല്യാണത്തിന് മണ്ഡപത്തില് നീയുമില്ല. കഴിഞ്ഞ കല്യാണത്തിന് വസുന്ധര വരാതിരുന്നത് എന്റെ കുഴപ്പം കൊണ്ടല്ല. ഈ കല്യാണത്തിന് വരന്റെ അച്ഛനായ എന്റെ അസാന്നിധ്യം ഒരുപക്ഷെ ഒരു പകവീട്ടലായിരിക്കാം. എന്തായാലും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരാ. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നു ചേർന്നാലും ദൈവം ഒടുവിൽ അവരുടെ ഭാഗത്തെ നിൽക്കൂ. നേരും നെറിയുള്ളവരുടെ കൂടെ ചേർന്ന് ദൈവം തേര് തെളിക്കും. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അപ്പച്ചയ്ക്ക് ഇത് തൊട്ടടുത്ത നിമിഷം മനസ്സിലാകും. അപ്പച്ചി അവരെത്തി. ഇതെന്താ ഇത്തവണയും പെണ്ണു മാറിപ്പോയോ? അപ്പച്ചി, ഇത്തവണയെന്നല്ല, എത്ര തവണ കല്യാണം മാറ്റി നടത്താൻ തീരുമാനിച്ചാലും ഈ പെണ്ണ് മാറിപ്പോകത്തില്ല. ഇതിന്റെ കല്യാണ ബ്രോക്കറും കാരണവരും രക്ഷകർത്താവും എല്ലാം സാക്ഷാൽ ദൈവമാണ്. അഖിയും ശ്യാമയും കൂട്ടിച്ചേർത്തത് ഈ പ്രപഞ്ചനാഥനായ സാക്ഷാൽ ജഗദീശ്വരനാണ്. അത് ഏത് മനുഷ്യർ വിചാരിച്ചാലും വേർതിരിക്കാനാവില്ല. സത്യവും നീതിയും സദാചാര നിയമങ്ങളും പാലിച്ച് നന്മയോടും കരുണയോടും ജീവിക്കുന്നയാളാ ഈ ആനന്ദവർമ്മ. നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ എന്റെ മകന്റെ ജീവിതത്തിൽ നിന്ന് തുരത്തി ഓടിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് ഉള്ളുപടഞ്ഞ് നടക്കുകയായിരുന്നു ഞാൻ. എന്റെ മനസ്സും എന്റെ പ്രാർത്ഥനകളും എന്തായാലും ദൈവം അറിഞ്ഞു. വാനരസേനകൾ പണ്ട് കാട്ടുതീ ഊതിപ്പിടിപ്പിച്ചു സീതാദേവി അഗ്നിശുദ്ധി വരുത്താൻ. ഇന്ന് സ്വയം അഗ്നിശുദ്ധി ചെയ്ത് ശ്യാമ അഖിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. ഊതിക്കാച്ചിയ പൊന്നായി അവൾ വീണ്ടും ആനന്ദ നിലയത്തിലേക്ക് വന്നു. ജഗന്നാഥനും മായയ്ക്കുള്ള പ്രതികാരം എന്റെ ഭാര്യ വസുന്ധരയോടാണ്. ആ പ്രതികാരത്തിന് അടിക്കടി ഇരയാവുന്നത് ശ്യാമയും. ഇത് ശ്യാമയുടെ അമ്മായിയമ്മയായ ശ്രീമതി വസുന്ധരാദേവി ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. പിന്നെ അപ്പച്ചിക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് അപ്പച്ചിയോട് ഞാനൊന്നും മിണ്ടാതിരുന്നത് കേട്ടോ.
വസു, ഇനിയെങ്കിലും ഈ മരുമകളെ വിളക്ക് കൊടുത്ത് കൈപിടിച്ച് അകത്തേക്ക് കയറ്റാമോ? ഇല്ല, അത് ഈ ജന്മത്തെ സാധ്യമല്ല. ഇവളോടുള്ള എന്റെ പക ഇരട്ടിച്ചു. അതാ ഈ കല്യാണം കൊണ്ട് സംഭവിച്ചു. ഐശ്വര്യ വാ. മോളെ, അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. വാശിയോടെ ജീവിക്കണമെങ്കിൽ ശക്തിയുള്ള ശത്രു കൂടിയേ തീരും. ആ അപ്പച്ചി, എന്തോ? ആ വിളക്ക് കൊടുത്ത് ശ്യാമയെ അകത്തേക്ക് സ്വീകരിക്കാനുള്ള ചങ്കൂറ്റ അപ്പച്ചിക്കുണ്ടോ? മോൾക്കുണ്ടോ? എനിക്കുണ്ടച്ചാ. എന്നാ ശ്യാമയെ സ്വീകരിക്കും. വാ. എന്നാ ഞാൻ ആരതി ഒഴിയ. ആ. വലതുകാല് വെച്ച് കയറിക്കോ ശ്യാമേ. മോളെ, അന്ന് നല്ല രീതിയിൽ മോക്ക് ഈ വീട്ടിലോട്ട് കയറാൻ കഴിഞ്ഞില്ല. അതിന് നിന്റെ കള്ളകൃഷ്ണന് നല്ല മനസ്താപമുണ്ട്. അക്കാര്യത്തിന് മൂപ്പുരപ്പിച്ച പണിയാ ഈ പുതിയ കല്യാണം. ദൈവം അനുഗ്രഹിക്കട്ടെ. അകത്തേക്ക് കയറിക്കോ. സംശയിക്കണ്ട, ഇതെന്റെ മോൾക്കുള്ളതാണ്. അച്ഛന്റെ വിവാഹ സമ്മാനം. ആ പിന്നെ ഇത് വളരെ വിശേഷപ്പെട്ട വിഗ്രഹമാണ്. വൃന്ദാവനത്തിൽ നിന്ന് വരുത്തിയതാണ് എന്റെ മോൾക്ക് വേണ്ടി. എന്നാലും അച്ഛനിത് ഓർത്തു വെച്ചല്ലോ. അങ്ങനെ പ്രത്യേകിച്ച് ഓർക്കുന്ന എന്തിനാ? നിങ്ങൾ രണ്ടുപേരും എന്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേ. ആ ഇനി എന്നും മോള് വേണം ഇവിടെ വിളക്ക് കത്തിക്കാൻ. കാരണം പ്രകാശമുള്ള ബോധമുള്ളവളാ നീ. പ്രകാശമുള്ള ബോധവും വെടിപ്പുള്ള കിടക്കയും അത് സൂക്ഷിക്കുന്നവരുടെ മനസ്സിലേക്കും വീട്ടിലേക്കും ദൈവം വരും. നീ എന്നും വിളക്ക് കൊളുത്തുമ്പോൾ
ആനന്ദ നിലയത്തിൽ എന്നും ഐശ്വര്യമായിരിക്കും. അച്ഛാ, മോനെ, നിന്നെക്കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് വലിയ അഭിമാനമാണ് മോനെ. നീ ചെയ്തതാണ് ഏറ്റവും വലിയ ശരി. ശ്യാമയെ വീണ്ടും കതിർ മണ്ഡപത്തിലേക്ക് പിടിച്ചു കയറ്റി താലി ചാർത്തി നീ നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. നിങ്ങൾ രണ്ടുപേരും വലിയ ശരികളാണ്. ഞാനിത് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ജന്മം സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമായിരുന്നു അച്ഛാ. ഇല്ല മോനെ, ഇല്ല, തീർച്ചയായും ഇല്ല. എനിക്കത് നന്നായിട്ടറിയാം. എല്ലാവരും കൂടി ചതിയും കെണിയും ഒരുക്കി ശ്യാമി എന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി അകറ്റി നിർത്താൻ ശ്രമിച്ചു. ഇത്രയും അറിവ് സംസ്കാരമുള്ള എന്റെ അമ്മയും അതിന് കൂട്ടു നിന്നില്ല അച്ഛാ. വിവാഹമോചനം വരെ എത്തിയെടുത്ത് നിന്ന ഞങ്ങള് പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന. നടന്നു നോക്ക്, നല്ലതിനാണെന്ന് കരുതുന്നു. ശ്യാമ ഭഗവാൻ കൃഷ്ണന്റെ ഭക്തയല്ലേ? ഇതും ഭഗവാന്റെ പരീക്ഷണമാണെന്ന് കരുതുക. അഗ്നി പരീക്ഷണങ്ങൾ കഴിഞ്ഞെത്തിയവരായതുകൊണ്ട് ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിന് കുറെ കൂടെ കെട്ടുറപ്പുണ്ട. പരസ്പരം ഉറച്ച സ്നേഹത്തോടെ നിങ്ങൾ ഇനിയുള്ള കാലം ജീവിക്കും. എന്തെല്ലാം ചതികളെ ഇവിടെ നടന്നെന്ന് അച്ഛനറിയാവോ? അറിഞ്ഞല്ലോ. ചതിക്കും വഞ്ചനയ്ക്കും ഒട്ടും കുറവില്ലാത്തവരായി മാറിയിരിക്കുന്നു ഇവിടെ ചിലരൊക്കെ. എന്നെയും ചതിക്കാൻ ശ്രമിച്ചില്ലേ? എന്റെ അസാന്നിധ്യത്തിലല്ലേ ഇവിടെ ഈ നാടകങ്ങളൊക്കെ അരങ്ങേറിയത്? വാസ്തവത്തിൽ ഇവിടെ പൊട്ടിത്തെറിക്കേണ്ടത് ഞാനല്ലേ? പക്ഷെ എന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും എന്റെ സംസ്കാരത്തെക്കുറിച്ചും എനിക്ക് തന്നെ തികഞ്ഞ ബോധമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ട് വീട്ടിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന പല കുടുംബനാഥന്മാരെ പോലെ ഞാനും അതങ്ങ് സഹിക്കുന്നു, ക്ഷമിക്കുന്നു. എന്റെ അച്ഛന് ഉറച്ച നിലപാടുകൾ ഉള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ ഈ വീട്ടിൽ ഇതൊന്നും അല്ലായിരുന്നു സംഭവിക്കുക. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഒക്കെ പോട്ടെ, മറന്നേ. പിന്നെ ആരുടെയും സ്വഭാവമൊന്നും മാറ്റിയെടുക്കാൻ സാധിക്കില്ല. എങ്കിലും പറയുക, ശ്യാമയുടെ ഈ സ്വഭാവ മഹിമ അത് കൂടുതൽ ആരോടും വേണ്ട. അവർക്കാർക്കും അത് മനസ്സിലാവില്ല. ശരി അച്ഛാ. ഭഗവാൻ കൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തുളസിക്കതിര. ഞാൻ സാഹിത്യം പറയുകയല്ല. നീ തുളസിയിലയിൽ വീണ തൂമഞ്ഞു തുള്ളിയാണ്. നിന്റെ വിശുദ്ധിയും നല്ല മനസ്സും സ്വഭാവം കൊണ്ടാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. നീ ദൈവത്തിന് ഇഷ്ടമില്ലാത്തവരോട് മിണ്ടാനൊന്നും പോണ്ട. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ നാളുകൾ മാത്രമായിരിക്കും. അച്ഛന്റെ പ്രാർത്ഥനകൾ ഉണ്ടാവും. ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനേ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം. ഒരു തൂവൽ തെന്നലുമെല്ലേ മനമാകെ വന്നൊഴിയുമ്പോൾ അറിയാതെ കണ്ണുകളെന്തേ തേടി പെൺമണിയാളെ. എന്റെ ഭഗവാനെ, നീ എന്റെ കുഞ്ഞിന്റെ കണ്ണീര് കണ്ടലിഞ്ഞ് അവളെ അനുഗ്രഹിച്ചതിന് നന്ദി. ഞങ്ങളുടെ പ്രാർത്ഥന നീ കേട്ടല്ലോ. പരീക്ഷണങ്ങൾ ഒരുപാട് നീ തന്നെങ്കിലും എല്ലാ ശത്രുക്കളെയും തോൽപ്പിച്ച് നീ ഞങ്ങളുടെ കുഞ്ഞിന് വിജയം കൊടുത്തല്ലോ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒരു ജന്മം മുഴുവൻ ഭഗവാനെ പള്ളി ഉണർത്തിയ ആളല്ലേ ദേവകി ഞാൻ. ഭഗവാന് വേണ്ടി ജീവിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും. നമ്മുടെ സങ്കടങ്ങൾക്ക് ഭഗവാൻ പരിഹാരം ഉണ്ടാക്കാതിരിക്കുവോ? അയ്യോ, ഇത്രയും കാലം ദൈവത്തെ ചീത്ത വിളിക്കായിരുന്നു. ഇപ്പൊ കാര്യം നടന്നപ്പോ ദൈവത്തെ നോക്കിയൊരു സുഖിപ്പിക്കൽ. ഞങ്ങൾ ആരും ദൈവത്തെ നിന്ദിച്ച് ജീവിക്കുന്നവരല്ല, ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവരാ. ജീവിതത്തിൽ പല പ്രതികൂലങ്ങളും വന്നെന്ന് വരും. അപ്പോഴൊന്നും ഞങ്ങള് വിശ്വസിക്കുന്ന ദൈവത്തെ തള്ളി പറയാറില്ല.